നമസ്കാരം, വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിനോട് അഭിപ്രായം തേടി തൃശൂർ മേയർ MK വർഗീസ്. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് തകർന്നു തരിപ്പണമായി കിടക്കുന്ന കരുവാങ്കുളം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യവുമായി BJP പെരിങ്ങോട്ടുകര മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാങ്കുളം സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറിയിൽ വെച്ച് ഏകദിന യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. വലപ്പാട് ഉപജില്ല കബഡി മത്സരം തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സർക്കാരിനോട് അഭിപ്രായം തേടി തൃശൂർ മേയർ MK വർഗീസ്. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പുലിക്കളി നടത്തേണ്ടതില്ലെന്ന തീരുമാനം പ്രതിഷേധം ശക്തമായതോടെ സർക്കാരിനോട് അഭിപ്രായം തേടി തൃശൂർ മേയർ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയതിനാൽ പുലിക്കളി നടത്തണമെന്ന് സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓണത്തോട് അനുബന്ധിച്ച് നടത്തേണ്ടിയിരുന്ന പുലിക്കളി, കുമ്മാട്ടി മഹോത്സവം എന്നിവ വേണ്ടെന്ന് വെച്ചത്. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് തകർന്നു തരിപ്പണമായി കിടക്കുന്ന കരുവാങ്കുളം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യവുമായി BJP പെരിങ്ങോട്ടുകര മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാങ്കുളം സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് സുഗതൻ NS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാട്ടിക മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് സ്വാഗതം പറഞ്ഞു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. മെമ്പറുടെ കൊടുംകാര്യസ്ഥതയും ജനങ്ങളോടുള്ള അവഗണനയും ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന സർക്കാർ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുമ്പോൾ റോഡുകളിലെ കുഴികളും നികുതികളും തുടങ്ങിയ കാര്യങ്ങളാണ് വികസിച്ചതായി ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ബൂത്ത് ഇൻചാർജ് ശ്രീജിത്ത് വെളുത്തൂർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. BJP താൻ ജനറൽ സെക്രട്ടറി വിനോദ്, രാജീവ് KP, മുരളി പാണപ്പറമ്പിൽ, സുനിൽ, പ്രേംദാസ്, പ്രകാശൻ കണ്ടങ്ങത്ത്, വിനോദൻ കണാറ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. നാഷണൽ ഹൈവേക്ക് ഒരു കുണ്ടും കുഴികളും ഒന്നുമില്ലാതെ ആ പണിയാൻ കോൺട്രാക്ടർമാർക്ക് സാധിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറിയിൽ വെച്ച് ഏകദിന യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മല്ലിക ദേവൻ മുഖ്യാതിഥിയായിരുന്നു. യോഗ ടീച്ചർ പ്രമോദ് ക്ലാസ് എടുത്തു. ലൈബ്രറിയൻ റഹ്മത്ത് ചടങ്ങിൽ നന്ദി പറഞ്ഞു. നമുക്ക് ശരീരത്തിന് ആരോഗ്യം നൽകുന്നതിന്, കായികക്ഷമത വരുന്നതിന്, നമുക്ക് കായികക്ഷമതയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും മാനസിക ആരോഗ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. മാനസിക ആരോഗ്യ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റുള്ള ഫിസിക്കലായിട്ടുള്ള എക്സസൈസിനേക്കാൾ നമുക്ക് ചില ബ്ലഡ് സർക്കുലേഷൻ ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്കും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കുന്നതിന് യോഗ ക്ലാസ്സിലൂടെ നമുക്ക് സാധിക്കും. കേവലം പുസ്തക വായന അല്ലെങ്കിൽ പത്രവായന അല്ലാതെ മറ്റൊരു ചുവടുവയ്പ്പിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി വളരെ നല്ല രീതിയിൽ അത് ആസൂത്രണം ചെയ്തു. വലപ്പാട് ഉപജില്ല കബഡി മത്സരം തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം പുതിയ TSGA ചെയർമാൻ മുൻ കബഡി താരവുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. TSGA സെക്രട്ടറി അജിത് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ നാട്ടിക SN കോളേജ് കായിക വിഭാഗം മേധാവി ശ്രീജിൽ സന്നിഹിതനായിരുന്നു. SDSGA സെക്രട്ടറി KJ പ്രേംകുമാർ സ്വാഗതവും ബിജു ആന്റണി നന്ദിയും പറഞ്ഞു. കായികാധ്യാപകരായ സിജിൽ TN, പ്രശാന്ത്, ബബിൽനാഥ്, ശാരിക സജീവൻ, ധീരജ് KR, ഭാഗ്യരാജ്,
അജിത്, അഖിൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. 15ഓളം സ്കൂളുകളിൽ നിന്നായി 500ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റുരച്ചു. കണ്ണൂർ SM കോളേജിൽ വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി ഈ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രിൻമാനം ചെയ്ത് കബഡി കളിക്കാനും അവസരം ഉണ്ടായിരുന്നാൽ ഈ മക്കളെ കണ്ടപ്പോൾ വൈകാരികമായി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഞാൻ മാസ്റ്ററിനെ വിളിച്ചപ്പോൾ ഞാൻ മാസ്റ്റർ പറഞ്ഞു കബഡി ആയതുകൊണ്ട് കബഡി വോളിബോൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ളതാണ്. വളരെ സന്തോഷം. പ്രിയമുള്ള മക്കളെ, നിങ്ങളെ സ്പോർട്സിൽ കിട്ടുന്ന സ്പോർട്സിലെ എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ചന്ദ്രാപിനി സ്കൂളിലെ മാസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു. അവിടെ മാസ്റ്റർ പറഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും അവിടെ ഏതെങ്കിലും ഒരു ഗെയിമിൽ അവസരം കൊടുക്കും. തൃപ്രയാർ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണം സമാപനത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകിയ വ്യക്തികളെയും സംഘടനകളെയും തൃപ്രയാർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പോലീസ്, ഫയർ സർവീസ്, ആരോഗ്യ വിഭാഗം, മാധ്യമപ്രവർത്തകർ, വിഷ്വൽ മീഡിയ പ്രവർത്തകർ, ആക്സ്, സുരക്ഷ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സേവനമനുഷ്ഠിച്ച എല്ലാവർക്കും അകപഴിഞ്ഞ സഹകരണത്തിനും സഹായങ്ങൾക്കും ദേവസ്വം ബോർഡിന്റെയും തൃപ്രയാർ ദേവസ്വത്തിന്റെയും നന്ദി അറിയിച്ചു. ചടങ്ങിൽ ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലത്ത്, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ, ഭണ്ഡാരം അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീജ, ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ, ട്രഷറർ പ്രകാശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവപ്പെട്ടത് എന്നാൽ ആ ദുഃഖത്തിലും നമ്മൾ ഇവിടെ വരുന്ന നമ്മുടെ ഭക്തജനങ്ങളെ ഏതാണ്ട് ഞാനും SGയുമായി സംസാരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തൃപ്രയാർ അമ്പലത്തിലേക്ക് ഈ കർക്കിടക മാസത്തിൽ എത്തിച്ചേർന്നത്. അവർക്ക് കുറ്റമറ്റ രീതിയിൽ ദർശന സൗഭാഗ്യം ലഭിക്കുന്നതിനും അവരുടെ ദുഃഖങ്ങളൊക്കെ ഈ തിരുനടയിൽ സമർപ്പിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യമൊരുക്കുന്നതിൽ നമ്മൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവരുടെയും ജീവനക്കാർ, ക്ഷേത്ര ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, ക്രമസമാധാനം നിയന്ത്രിച്ച പോലീസ്, അവരെ സഹായിച്ച സെക്യൂരിറ്റി, ആക്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഞങ്ങൾ അവരുടെ സേവനങ്ങളെ കൊച്ചി ദേവസ്വം ബോർഡ് ഏറെ മതിപ്പോടെ കാണിക്കുകയാണ്. മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ. നിരവധി സംഗീതങ്ങൾക്ക് താൻ സംഗീതം ഒരുക്കിയിട്ടുണ്ടെങ്കിലും മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചത് അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും വിദ്യാധരൻ മാസ്റ്റർ തൃശൂരിൽ പ്രതികരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റി പ്രഖ്യാപിച്ച 2ാം ഘട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടശ്ശേരി ബീച്ച് റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. തളിക്കുളം പഞ്ചായത്തിലെ റോഡ് നിർമ്മാണം പ്രസിഡന്റും കരാറുകാരും തമ്മിലുള്ള രഹസ്യബന്ധം വിജിലൻസ് അന്വേഷിക്കണമെന്നും തളിക്കുളം പഞ്ചായത്തിലെ റോഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടിയാണെന്നും നിരവധി പേർ അപകടത്തിൽപ്പെടുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായിട്ടും റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരെ കൊണ്ട് കുഴികൾ അടപ്പിക്കാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് കരാറുകാരുമായുള്ള രഹസ്യബന്ധത്തിന്റെ ഭാഗമാണെന്നും ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്തിൽ പറഞ്ഞു. കരാറുകാരെ താലോലിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമീപനത്തോട് പഞ്ചായത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്ത് മെമ്പർമാരും എതിരാണ്. വഴിയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാണ് തളിക്കുളത്തെ ഗ്രാമീണ റോഡുകൾ എല്ലാം തകർന്നു കിടക്കുന്നത്. ഇനിയും റോഡ് നന്നാക്കാൻ പഞ്ചായത്ത് മുന്നോട്ട് വന്നില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാകുമെന്നും തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഇടശ്ശേരി ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PA ഷൗക്കത്തിൽ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഹിറോഷ് ത്രിവേണി, PM അമറുദ്ദീൻ, രമേശ് ഐനിക്കാട്ട്, മുനീർ ഇടശ്ശേരി, MA മുഹമ്മദ്, MK ബഷീർ, UA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കുളത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ AC പ്രസന്നൻ, TU സുഭാഷ്, ഷീജ രാമചന്ദ്രൻ, KK ശൈലേഷ്, PK ഉന്മേഷ്, KS രാജൻ, AP രത്നാകരൻ, മദനൻ വാലാത്ത്, MK അബ്ദു എന്നിവർ നേതൃത്വം നൽകി. അങ്ങനെ നമ്മുടെ സ്നേഹതീരം റോഡിന്റെ ചെറിയ കുഴികൾ അടക്കുന്നതിന് വേണ്ടിയിട്ട് പോലും
നാട്ടുകാരുടെ ഫണ്ട് പിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് കീഴ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം, ഈ പഞ്ചായത്തിന്റെ ഓരോ കെട്ടിടവും ഇന്ന് പൊളിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് ഈ പഞ്ചായത്ത് മാറിയിരിക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താ നേരം തുടരുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം തേടി ജില്ലാ കളക്ടർ ഉന്നത യോഗം വിളിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം വ്യാപിപ്പിക്കാനും നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുവാനും വേണ്ടി ET ടൈസൺ മാസ്റ്റർ MLAയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉന്നത യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ രേഖപ്പെടുത്തി. MLA ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിലും MLA ആശങ്ക പ്രകടിപ്പിച്ചു. ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും MLA പറഞ്ഞു. നിലവിൽ പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന 9, 10, 11 പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ ബ്ലോക്ക് കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ET ടൈസൺ മാസ്റ്റർ MLA, മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, ചന്ദ്രബാബു, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, തൃശൂർ ADM T മുരളി, മറ്റു വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മിഠായി കുട്ടിക്കൂട്ടം 2024 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹകരണത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന മിഠായി പദ്ധതി പ്രകാരം കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും ഇൻസുലിൻ പെൻ, കണ്ടിന്യൂവസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ്, ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിചരണവും നൽകുന്ന പദ്ധതിയാണ് മിഠായി. 6 ഘട്ടമായി കുട്ടികൾക്ക് കൗൺസിലിംഗും മാതാപിതാക്കൾക്ക് പരിശീലനവും മറ്റും ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ 6 കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് മന്ത്രി വിതരണം ചെയ്തു. 6 ലക്ഷം രൂപ വില വരുന്ന ഇൻസുലിൻ പമ്പ് അത്യാധുനിക ഇൻസുലിൻ തെറാപ്പിക്ക് ഏറെ സഹായകരമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ യോഗം KVVES തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ മരണപ്പെട്ട യൂണിറ്റ് അംഗം സുലൈമാനും പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സദനൻ അനുശോചനം രേഖപ്പെടുത്തി. യോഗം മൗനപ്രാർത്ഥന നടത്തി. അഞ്ജലി അഭിജിത്ത് പ്രാർത്ഥന ആരംഭിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സെക്രട്ടറി KR സത്യൻ സ്വാഗതം പറഞ്ഞു. വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന ടീച്ചർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. KVVES കയ്പമംഗലം നിയോജക മണ്ഡലം ചെയർമാൻ P പവിത്രൻ, കൺവീനർ സച്ചിദാനന്ദൻ, ട്രഷറർ MB മുബാറക്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സിദ്ധി എമറാൾഡ് എന്നിവർ ആശംസകൾ പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് യൂണിറ്റിലെ മെമ്പർമാരിൽ നിന്ന് സമാഹരിച്ച 1 ലക്ഷം രൂപ വിനോദ് കുമാറിന് കൈമാറി. വനിതാ മെമ്പർ ഷൈനി കുടുംബസഹായ നിധിയിലേക്ക് വ്യാപാരിയിൽ നിന്ന് സമാഹരിച്ച 1,12,950 രൂപയും ജില്ലയുടെ സഹായമായ 10,000 രൂപയും ഷൈനിക്ക് കൈമാറി.
പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ശ്രേയയ്ക്ക് മൊമെന്റോ നൽകിയും പ്രസിഡന്റിന്റെ വക ഗിഫ്റ്റ് നൽകിയും അനുമോദിച്ചു. ശ്രേയയെ നന്ദി രേഖപ്പെടുത്തി മറുപടി പ്രസംഗം നടത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് UY ഷമീർ യോഗത്തിന് നന്ദി പറഞ്ഞു. സുമനസ്സുകളുടെ അനേകം വ്യാപാരികൾ പങ്കെടുത്തു. മരം മുറിക്കുന്നതിനിടെ കൈക്ക് പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയ യുവാവിനെ ഫയർഫോഴ്സ് സംഘം എത്തി താഴെയിറക്കി. മരം മുറിക്കാൻ പ്ലാവിൽ കയറി ശിഖരങ്ങൾ മുറിച്ച് മാറ്റുന്നതിനിടെ മുറിക്കാൻ ഉപയോഗിച്ച വാൾ കൊണ്ട് ഇടത് കൈക്ക് പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയ യുവാവിനെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സംഘം എത്തി താഴെയിറക്കി. കഴിഞ്ഞ ദിവസം പകൽ 11:30യോടെയായിരുന്നു സംഭവം. എടക്കുളം സ്വദേശി ദിലീപിന്റെ വീട്ടിൽ മരം മുറിക്കാനെത്തിയ പൂമംഗലം പൂരപ്പുറത്ത് വീട്ടിൽ സുഭാഷിനാണ് പരിക്കേറ്റത്. ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന് അവശനായി മരത്തിൽ കുടുങ്ങിയ സുഭാഷിനെ ഫയർ സ്റ്റേഷൻ ഓഫീസർ KS ടിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ആദ്യം മുറിവ് തുണി കൊണ്ട് കെട്ടി കോണിയിൽ സുരക്ഷിതനായി ഇറക്കുകയായിരുന്നു. തുടർന്ന് സുഭാഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരായ അരുൺ മോഹൻ, സന്ദീപ്, പ്രദീപ്, റിനോ പോൾ, സുമേഷ്, അജിത്, അജീഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം പുത്തൻപള്ളി യൂണിറ്റ് 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ദേശീയ പതാക ഉയർത്തി. കേരള മുസ്ലിം ജമാഅത്ത് സോൺ വൈസ് പ്രസിഡന്റ് മുഫ്തിഗർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കയ്പമംഗലം സർക്കിൾ സെക്രട്ടറി VM നസീർ, സോൺ ക്യാബിനറ്റ് അംഗം നൌഷാദ്, SYS യൂണിറ്റ് പ്രസിഡന്റ് സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച് നാട്. കുറാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TB സുനിൽകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തഹസീൽദാർ MC അനുപമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദുരിതത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മരിച്ചവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചു. SNDP ദേവമംഗലം ശാഖയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് TV വിശ്വംഭരൻ ദേശീയ പതാക ഉയർത്തി. ബാലജന യോഗം വിദ്യാർത്ഥി ദക്ഷ വരുൺ സ്വാതന്ത്ര്യദിന സന്ദേശം പ്രസംഗം നടത്തി. സെക്രട്ടറി TS പ്രദീപ്, വൈസ് പ്രസിഡന്റ് KR സത്യൻ, ദേവമംഗലം ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി CK രാമു, TM രാധാകൃഷ്ണൻ, ശ്രീനാരായണ ലൈബ്രറി പ്രസിഡന്റ് ക്യാപ്റ്റൻ ചന്ദ്രൻ, സാമൂഹ്യക്ഷേമ സമിതി സെക്രട്ടറി TK ശിവരാമൻ, TK ഗോപി, ഹേമചന്ദ്രൻ, നാട്ടിക യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, നൈന കൊച്ചുതാമി, അരുണ ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിനു മുൻപിലുള്ള ഭണ്ഡാരം തകർത്ത് മറിച്ചിട്ട നിലയിലാണ്. രാവിലെ ക്ഷേത്രത്തിൽ സഹായത്തിനെത്തിയ സ്ത്രീയാണ് ഭണ്ഡാരം പൊളിച്ചത് കണ്ടത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്രീകോവിലിനു മുൻപിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മറിച്ചിട്ട നിലയിലും സമീപത്ത് വെച്ചിരുന്ന വിളക്കുകൾ തകർത്ത നിലയിലും കണ്ടെത്തി. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച വേണ്ടൂർ നമ്പൂതിരി അച്ഛൻ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 2 ഭണ്ഡാരം തകർത്ത് മോഷണം നടന്നിരുന്നു. കയ്പമംഗലം APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ ദേശീയ പതാക ഉയർത്തി. സിറാജ് സഖാവി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ചെയർമാൻ സക്കീർ ഹുസൈൻ, സെക്രട്ടറി KR സത്യൻ, ട്രഷറർ VM നസീർ, BS ശക്തിധരൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത സതീഷ് എന്നിവർ സംസാരിച്ചു. ദേവമംഗലം ശ്രീനാരായണ ലൈബ്രറിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് ക്യാപ്റ്റൻ ചന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. ബാലിക പാർവതി ശ്രീനാഥ് സ്വാതന്ത്ര്യദിന സന്ദേശ പ്രസംഗം നടത്തി. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ലെമർ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മുഖ്യാതിഥിയായിരുന്ന വലപ്പാട് പോലീസ് സ്റ്റേഷൻ ISHO MK രമേഷ് പതാക ഉയർത്തി. ദേശീയ ഗാനം ആലപിച്ചു. ബാൻഡ് മേളത്തോടൊപ്പം പ്രൗഢഗംഭീരമായ മാർച്ച് പാസും വർണ്ണാഭമായ PDD സ്പ്ലേസും ഉണ്ടായിരുന്നു. ധീരദേശാഭിമാനികളായ സ്വതന്ത്ര സമര സേനാനികളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായിരുന്നു. മുഖ്യാതിഥി രമേശ് MK ISHO മാർപ്പാസിന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. വിദ്യാർത്ഥികളെ നോക്കിയാണ് സമൂഹം പഠിക്കേണ്ടതെന്നും അവരെയാണ് പൊതുജനം മാതൃകയാക്കേണ്ടതെന്നും അദ്ദേഹം തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി.
അതിനായി ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ വികസിപ്പിക്കേണ്ടത് അനിവാര്യത ആണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രിൻസിപ്പൽ ഗെയ് നിമൈക്കൾ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ഷൗക്കത്ത് അലി MA, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, ട്രഷറർ EA ഹാരിസ്, മാനേജർ മുഹമ്മദ് അലി IT മുതലായവർ സ്വാതന്ത്ര്യദിനാശംസിച്ചുകൊണ്ട് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ സുവിധ CS, സെക്ഷൻ ഹെഡ്സ് ദീപ KM, സായ് ദേവി, അജയ്, KG കോർഡിനേറ്റർ നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജീനൻ, രക്ഷിതാക്കൾ എന്നിവരുടെ സവിശേഷ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ശേഷം പായസ വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിനോട് അഭിപ്രായം തേടി തൃശൂർ മേയർ MK വർഗീസ്. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് തകർന്നു തരിപ്പണമായി കിടക്കുന്ന കരുവാങ്കുളം റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യവുമായി BJP പെരിങ്ങോട്ടുകര മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവാങ്കുളം സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറിയിൽ വെച്ച് ഏകദിന യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. വലപ്പാട് ഉപജില്ല കബഡി മത്സരം തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.